അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വിശുദ്ധ റമദാൻ നമുക്ക് വന്നെത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ, നഷ്കുറുല്ലാ. എന്തിനാണ് വിശ്വാസിക്ക് റമദാൻ എന്നുള്ളത് അവന്റെ നാഥൻ തീരുമാനിച്ചത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവനാവണം എന്നതാണ്. എന്താണ് തഖ്വ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ അത്തഖ്വ ഹാഹുന എന്ന് തന്റെ നെഞ്ചകത്തിലേക്ക്, നഫ്സിലേക്ക്, ഹൃദയത്തിലേക്ക്, കൽബിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് പ്രവാചകൻ മറുപടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ പ്യൂരിഫൈ ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത് കൽബിനെയാണ്, നഫ്സിനെയാണ് എന്നും കാണാൻ കഴിയും. ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് റമദാൻ. ഹൃദയം വളരെ അമൂല്യവും അതിശയകരവുമായ ഒരു അവയവമാണ്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4-ാം ആഴ്ച മുതൽ മിടിച്ചു തുടങ്ങുന്ന, അവസാനം അന്ത്യശ്വാസം വലിക്കുന്നത് വരെ മിടിച്ചുകൊണ്ടിരിക്കുന്ന, നിർത്താതെ ഇടതടവില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ അവയവം, അത് അവസാനിക്കുന്നത് ഒരു മനുഷ്യൻ തന്നെ ഇല്ലാതാവുകയാണ്. ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് അവന്റെ ചേഷ്ടകളോ അവന്റെ ആകാരങ്ങളോ അവന്റെ നിലപാടുകളോ മാത്രമല്ല, മറിച്ച് അവനെ രൂപപ്പെടുത്തുന്നത് അവന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്ന അവന്റെ നിലപാടുകളാണ്, അവന്റെ പ്രകടനങ്ങളാണ്, അവന്റെ സംസാരങ്ങളാണ്. അപ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് റമദാനിൽ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ആ ചേഷ്ടയിലേക്കോ നമ്മുടെ ആകാരത്തിലേക്കോ അല്ല, അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. റമദാൻ പ്യൂരിഫൈ ചെയ്യുന്നത് ഹൃദയത്തിലാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഹൃദയത്തെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ അസുഖങ്ങളുണ്ട്. അത് അഹങ്കാരമാകാം, പകയാകാം, അസൂയയാകാം, പേടിയാകാം, താൻപോരിമയാകാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ അസുഖങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്. ഈ ഓരോ അസുഖത്തെയും ട്രീറ്റ് ചെയ്യുന്നിടത്ത് റമദാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും. അഹങ്കാരത്തിന് പകരം വിനയവും കാരുണ്യവും, ഈഗോക്ക് പകരം വിട്ടുവീഴ്ച മനോഭാവവും, തീർത്തുപിടിക്കലിന്റെ മനോഭാവവും ഒക്കെ. അങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും കൃത്യമായ പരിഹാരം നമുക്ക് നിർണയിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാൻ. മറ്റൊന്നാണ് ഹൃദയത്തിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന മറ്റൊരു ഭാഗമാണ് വിശ്വാസിയെ ബാധിക്കാൻ സാധ്യതയുള്ള പേടി, അപകർഷതാബോധം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിശ്വാസിക്ക് വിശ്വാസത്തോടുകൂടി അവന്റെ നിലപാടുകളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ അവൻ ഒരുപാട് പ്രതിസന്ധികൾ അവൻ അനുഭവിക്കുന്നുണ്ട്. അത് അവനെ വിശ്വാസത്തിൽ പിന്നിലേക്ക് വലിക്കാനുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് അള്ളാഹു നമ്മോട് പറയുന്നത്, ഈ ലോകം എന്നുള്ളത് നൈമിഷികമായ ചെറിയ നിമിഷങ്ങൾ മാത്രമാണ്. ഈ ലോകത്തെ സുഖം അല്ലെങ്കിൽ ഈ ലോകത്തെ സന്തോഷത്തിനപ്പുറം നിനക്ക് വരാനുള്ളത് ശാശ്വതമായ പരലോകത്തെ വിജയമാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ നിലയുറപ്പിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, അബ്ശിറു ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിന് സുവാർത്ത അറിയിക്കാൻ ആണ് ഞാൻ വന്നിട്ടുള്ളത്. വിശ്വാസിക്ക് കരുത്ത് കിട്ടുന്നത് അവന്റെ ഈ ലോകത്തുള്ള നന്മയെ കുറിച്ചല്ല, നാളെ പാരത്രികമായ സന്തോഷത്തെ കുറിച്ചിട്ടാണ്. റമദാൻ പ്രത്യേകമായി നമുക്കറിയാം, അള്ളാഹുമായിട്ട് അടുക്കാൻ, അള്ളാഹുമായിട്ട് ചങ്ങാത്തം കൂടാൻ, അള്ളാഹുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് തന്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ, അതിൽ നിന്ന് അള്ളാഹുവിന്റെ വിലായത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കുർബത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കാൻ, മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, തന്റെ സമ്പത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ, അങ്ങനെ ഏറ്റവും നല്ല മനുഷ്യനായി ഇസ്സത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നാളെ അള്ളാഹുലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ല വിശ്വാസിയായി സ്വയം മാറാൻ നല്ല അവസരമാണ് റമദാൻ ഒരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്സത്താണ് ഇസ്ലാം. കരുത്തുള്ള, ആത്മവിശ്വാസമുള്ള, ജീവിത വീക്ഷണങ്ങളിൽ കൃത്യതയുള്ള, വിശ്വാസത്തിൽ ദാർഢ്യതയുള്ള വിശ്വാസിയാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഒരവസരമാണ് റമദാൻ. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടുകൂടി, തൃപ്തിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, സമാധാനത്തോടുകൂടി കണ്ടുമുട്ടാൻ, നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നബിമാരോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടൊപ്പം ഇടം കണ്ടെത്താൻ, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ജന്നത്തിൽ ഒല്യയിൽ സ്ഥാനം നേടാൻ അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി ഈ റമദാൻ നമുക്ക് ഏവർക്കും അനുഭവപ്പെടട്ടെ, ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്.